नमस्ते। सब कैसे हो? ठीक है ना? കഴിഞ്ഞ ക്ലാസ്സുകളിലായി യശ്പാൽ എഴുതിയ ആദ്മി കാ ബച്ച എന്ന കഥ നമ്മൾ പഠിച്ചു. അതിൻ്റെ ആദ്യ പകുതിയിലേറെ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അവസാന ഭാഗം നമുക്ക് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഡൗലിയുടെ വീട്ടിലെ, അതായത് ബഗ്ഗ സാഹബിൻ്റെ വീട്ടിലെ പെൺപട്ടി പ്രസവിച്ച കാര്യത്തെക്കുറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ആ പെൺപട്ടി പ്രസവിച്ചു. അതിനൊരുപാട് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെ കണ്ട് ഡൗലി ഒരുപാട് സന്തോഷിച്ചു. കാരണം ഡൗലിക്ക് താഴെ വേറെ അനുജനോ അനുജത്തിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് കളിക്കാൻ വേറെ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. അവൾ അതിൻ്റെ അടുത്ത് നിന്ന് മാറാതെ, അതായത് സ്കൂൾ കഴിഞ്ഞ് വന്നാൽ പിന്നെ ആ പട്ടിക്കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ നിന്ന് അവയെ കൊഞ്ചിക്കാനും അവയുടെ കൂടെ സമയം ചെലവഴിക്കാനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡൗലിയുടെ അച്ഛൻ ഭഗ്ഗ സാഹബ് സാധാരണയായിട്ട് ഇതിനു മുൻപും ഈ പട്ടി പ്രസവിച്ചപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ ബഗ്ഗ സാഹബിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു പട്ടിയാണത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ അദ്ദേഹം വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുറത്തേക്ക് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ കൊണ്ടുപോയി വളർത്തി വീണ്ടും അതിങ്ങനെ വംശവർധന വന്ന് അത് കൂടി എണ്ണം പെരുകി വരുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ തൻ്റെ വീട്ടിലെ പട്ടിക്ക് അല്ലെങ്കിൽ ഡിമാൻഡ്, അതിനെ കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കൗതുകത്തോട് കൂടിയിട്ട് വരുന്നതാണല്ലോ. അങ്ങനെ ആ ഒരു ചിന്ത കാരണം അദ്ദേഹം പുറത്തേക്കൊന്നും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാറില്ല, വിൽക്കാറില്ല. പിന്നെ എന്താ ചെയ്തിരുന്നത്, ആ പെൺപട്ടിക്ക് അതിനെ തീറ്റിപ്പോറ്റാൻ തന്നെ അത്യാവശ്യം നല്ല ചിലവ് അദ്ദേഹത്തിന് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ ഓരോ പ്രസവത്തിലും കുഞ്ഞുങ്ങളും കൂടി വരുമ്പോൾ ചിലവ് ഇരട്ടിയാകും എന്ന് കണ്ടുകൊണ്ട് ഓരോ തവണയും, ഈ പട്ടി പ്രസവിക്കുന്ന ഓരോ തവണയും അതിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ വേലക്കാരനെ കൊണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി കൊല്ലാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യവും പട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇതേ രീതിയിൽ കൊല്ലാൻ അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ ഡൗലി പട്ടിക്കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് മാറാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ആശങ്ക വന്നു. അങ്ങനെ ഡൗലി സ്കൂളിൽ പോയ സമയത്ത് വേലക്കാരനോട് പറഞ്ഞ് ആ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നു. പിന്നെ ഡൗലി സ്കൂളിൽ നിന്ന് വന്നു, പട്ടിക്കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു. അപ്പോൾ ആയ പറഞ്ഞു, അവരെ പാല് കിട്ടാത്തതുകൊണ്ട്, അതിൻ്റെ അമ്മയ്ക്ക് പാല് ഇല്ലാത്തതുകൊണ്ട് അവറ്റയ്ക്ക് വിശന്ന് കരഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ രമണിൻ്റെ വീട്ടിലേക്ക്, രമണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു അവയൊക്കെ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടിക്ക് ഇതൊന്നും വിശ്വാസമായില്ല. അവൾ വീടിൻ്റെ പരിസരം മുഴുവൻ പട്ടിക്കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് നടന്നു. അവസാനം വേലക്കാരനിൽ നിന്ന് മനസ്സിലായി അതിനെയൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞു എന്ന്. അപ്പോൾ അവൾക്ക് വലിയ സങ്കടമായി. 2 ദിവസത്തോളം ഡൗലിയും അതുപോലെ തന്നെ ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ അമ്മ, ആ പട്ടിയുടെ പേര് ഡൈനി. അപ്പോൾ ഡൈനിയും ഡൗലിയും ഒരേപോലെ സങ്കടത്തിൽ 2-3 ദിവസം കഴിച്ചുകൂട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും
രണ്ടുപേരും, അതായത് ഡൈനിയും ഡൗലിയും ഈ സംഭവങ്ങളൊക്കെ മറന്ന് വീണ്ടും പഴയതുപോലെ ആയി തുടങ്ങി. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി, അതിൻ്റെ തുടർച്ച എടുക്കാം. माली के नए बच्चे के रोने की केम केम आवाज़ आधी रात दोपहर में सुबह शाम किसी भी समय आने लगी. അങ്ങനെ ഈ പട്ടിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നെയും ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം നടന്നൊരു കാര്യമാണ് ഇനി പറയുന്നത്. മാലിക്ക് നയേ ബച്ചെ, അതായത് ഇവരുടെ വീടിൻ്റെ പുറകിലെ മാലി, തോട്ടക്കാരൻ്റെ ക്വാർട്ടേഴ്സ് അവരുടെ വീടിൻ്റെ പുറകിലാണല്ലോ, ഡൗലിയുടെ വീടിൻ്റെ പുറകിലാണ്. അപ്പോൾ ആ മാലിയുടെ പുതിയതായിട്ട് ജന്മം കൊണ്ട ആ കൊച്ചു കുഞ്ഞ് നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആവാസ്, ശബ്ദം, ആധീരാത്ത് അർദ്ധരാത്രിയിലും, ദോപഹർ ഉച്ചയ്ക്കും, സുബഹ് ഷാം രാവിലെയും വൈകുന്നേരവും എന്ന് വേണ്ട കിസി ഭി സമയ് ആനയിലേക്ക്, സദാസമയവും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പം ആ മാലിക്ക്, ആ തോട്ടക്കാരന് പുതുതായിട്ട് ജനിച്ച ആ കുഞ്ഞ് സദാസമയം ഇങ്ങനെ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. മിസസ് ബഗ്ഗാക്കോ യഹ് ബഹുത് ബുരാ ലഗത്ത. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടിട്ട് മിസിസ് ബഗ്ഗ സാഹബിന് അത് ബഹുത് ബുരാ ലഗത്ത, വല്ലാതെ അരോചകമായിട്ട്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു ഇല്ലായ്മയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ഝല്ലാക്കർ വേ കഹ് ബൈട്ടെത്തി. ഇടയ്ക്കിടയ്ക്ക് അവർ ഝല്ലാക്കർ, ഇങ്ങനെ ദേഷ്യം കൊണ്ട്, അരിശം കൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ പറയും. ജാനേ ഇസ് ബച്ചയ്ക്ക് ഗലെ കാ ഛേദ് കിത്ന ബഡാ ഹെ. എന്താ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വന്നിട്ട് അവർ പറയുന്നത്? ഇസ് ബച്ചയ്ക്ക് ഗല, ഈ കുഞ്ഞിൻ്റെ തൊണ്ടയ്ക്ക് ഇത്ര വലിയ വലിപ്പം, അതായത് ഈ കുഞ്ഞ് ഇങ്ങനെ തൊണ്ട കീറി കരയാൻ ഇത്രയ്ക്കധികം വലിയ തൊണ്ടയാണോ അതിന് എന്നിങ്ങനെ ദേഷ്യത്തിൽ, അരിശത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ബച്ചയ്ക്ക് കേം കേം ഉനെ ഔർ ബുരി ലഗത്തി. തബ് ഡൗലി പൂച്ഛനെ ലഗത്തി, മമ്മ മാലി കാ ബച്ച ക്യോം രോ രഹാ ഹെ. അപ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മിസിസ് ബഗ്ഗ സാഹബ് അല്ലാതെ ഇങ്ങനെ ദേഷ്യത്തിലാണ്, ഇങ്ങനെ അല്ലെങ്കിൽ അതൊരു അസഹനീയമായ രൂപത്തിലാണ് അവരിങ്ങനെ കേൾക്കാറ്. അപ്പോൾ ഇത് ഡൗലി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഡൗലി അമ്മയോട് ചോദിക്കുകയാണ്, മമ്മ മാലിക ബച്ച ക്യോം രോ രഹാ ഹേ. അല്ല അമ്മ, ഈ തോട്ടക്കാരൻ്റെ കുഞ്ഞ് എന്തിനായി ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു. ബിന്ദി സമീപ് ഹി ബൈഠി ഭോൽ ഉടി. അപ്പോൾ ഡൗലിയുടെ ആയ ബിന്ദി അവളുടെ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെയുണ്ട്, സമീപത്ത് തന്നെയുണ്ട്. അപ്പോൾ ആയ പറഞ്ഞു, രോയേഗ നഹി തോ ക്യാ മാങ് കെ ദൂത് ഹി നഹീം ഉതർത്ത. അപ്പോൾ എന്താ ആയ പറയുന്നത് ഡൗലിയോട്? രോയേഗ നഹീം തോ ക്യാ, കരയല്ലാതെ പിന്നെ എന്താ ചെയ്യുക? മാം കെ ദൂത് ഹി നഹീം ഉതർത്ത, അതിന് അമ്മയുടെ പാല് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അമ്മയുടെ പാല് കിട്ടുന്നുണ്ടാവില്ല, പിന്നെ കരയല്ലാതെ എന്ത് ചെയ്യാം എന്ന് ആയ ഇവരുടെ അടുത്തിരുന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പാല് കിട്ടുന്നില്ല എന്ന് പറയാൻ അതിനുള്ള കാരണം എന്തായിരിക്കും? ആ വീട്ടിൽ പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമാണ്. നേരെ എന്താ പറയുക, നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായി വസ്ത്രമണിയാനും ഒന്നും അവർക്ക് അതിനുള്ള ശേഷിയില്ലാത്തവരാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് ഇല്ല. അപ്പോൾ പാല് കിട്ടാഞ്ഞിട്ടാണ് പാവം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പാലില്ലാത്തത് എന്തുകൊണ്ടാണ്? പട്ടിണി കിടക്കുന്നത് കൊണ്ട്. അപ്പോൾ ആയ പറഞ്ഞു കൊടുക്കുകയാണ്, കറിയല്ലാതെ പിന്നെ എന്ത് ചെയ്യാം? മാം കെ ദൂത് ഹി നഹീം ഉദർത്ത, അമ്മയുടെ പാല് കിട്ടിയിട്ട് വേണ്ടേ? മമ്മ ഔർ ബിന്ദി കോ ധ്യാൻ ഹി നഹീം ധാക്കി ഡൗലി ഉൻകി ബാത്ത് സുൻ രഹി ഹെ. അപ്പം ഈ ആയയും അതുപോലെ തന്നെ ഡൗലിയുടെ അമ്മയും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൗലി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വഹ് ബോൽ ഉഠി. അപ്പോൾ അവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഡൗലി ഇടയ്ക്ക് കയറി ചോദിച്ചു, മമ്മ
माली के बच्चे को मेहतर से गर्म पानी में डुबवा दो तो फिर नहीं रोएगा. എന്താ ഡൗലി ചോദിക്കുന്നത്? അമ്മയോട് ചോദിക്കുക, മമ്മ മാലിക്കെ ബച്ചേക്കോ, നമ്മുടെ മാലിക്കെ ബച്ചേക്കോ തോട്ടക്കാരൻ്റെ കുഞ്ഞിനെ, മേഹത്തർ നമ്മുടെ വേലക്കാരനോട് പറഞ്ഞ്, ഗർമ്മ പാനി ചൂടുവെള്ളത്തിൽ, ഡുബുവ ദോത്തോ മുക്കി കളഞ്ഞാൽ, ഫിർ നഹി രോയക പിന്നെ അത് കരയില്ലല്ലോ. കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, നമ്മുടെ തോട്ടക്കാരൻ്റെ ആ കുഞ്ഞിനെ നമ്മുടെ വേലക്കാരനോട് പറഞ്ഞ് ചൂടുവെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് കരയില്ലല്ലോ എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ഡൗലി അമ്മയോട് ചോദിക്കുകയാണ്. बिंदी ने हंसकर धोती का आंचल होंठों पर रख लिया. ഡൗലിയുടെ ഈ സംസാരം കേട്ടപ്പോൾ ആയ ബിന്ദിക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ അവർ ചിരി മറയ്ക്കാൻ വേണ്ടി ധോത്തി ക ആഞ്ചൽ വസ്ത്രത്തിൻ്റെ അറ്റം, ഹോണ്ട് പർ രഖ്ലിയ ഇങ്ങനെ വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് വായ ഇങ്ങനെ അടച്ച് ചുണ്ടുകളിങ്ങനെ അമർത്തി പിടിച്ചു, ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. മമ്മ ചൗങ്ക് ഉഠി, പക്ഷേ ഡൗലിയുടെ അമ്മ ഈ ചോദ്യം കേട്ടിട്ട് ചൗങ്ക് ഉഠി ആകെ ഞെട്ടിപ്പോയി. ഡൗലി अपनी भोली सरल आँखों से समर्थन की आशा के लिए उनकी ओर देख रही थी. പക്ഷേ ഡൗലി ആകട്ടെ അപ്നി ഭോലി സരൾ ആംഖോം സെ, പാവം ആ നിഷ്കളങ്കമായ നോട്ടം അമ്മയുടെ നേർക്ക് നോക്കുകയാണ്. എന്തിന്? താൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കിട്ടും എന്ന ആശ, പ്രതീക്ഷയിൽ. അപ്പോൾ അമ്മയോട് താൻ ചോദിച്ച ചോദ്യത്തിന് അമ്മ മറുപടി തരും എന്ന ആശയിൽ ഡൗലി നിഷ്കളങ്കമായി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഡൗലിയോട് പറയുകയാണ്, ദിസ് ഈസ് വെരി സില്ലി ഡൗലി. എന്താ ഇംഗ്ലീഷിലാണ് പറയുന്നത്? ദിസ് ഈസ് വെരി സില്ലി ഡൗലി, ഇതത്ര നിസ്സാര കാര്യമാണോ ഡൗലി? കബി ആദ്മി കെ ബച്ചെ കെ ലിയെ ഐസാ കഹാ ജാതാ ഹേ. ആദ്മി കെ ബച്ചെ, അതായത് മനുഷ്യ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഐസാ കഹാ ജാത്ത, ഇങ്ങനെയൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇതത്ര നിസ്സാര കാര്യമാണോ ഡൗലി എന്ന് അമ്മ ചോദിച്ചു. മമ്മാനെ ഗംഭീരദാസെ സംശയ, ഡൗലിയോട് അമ്മ ഗംഭീരത, വളരെ ഗൗരവത്തിലാണ് ഇതൊക്കെ പറയുന്നത്. പരിസ്ഥിതി ദേഖ് ആയ ഡൗലിക്കോ ബാഹർ ഘുമാനെ ലേഗൈ. പരിസ്ഥിതി ദേഖ്, അപ്പോൾ ആ ഒരു അന്തരീക്ഷം അത്ര നന്നാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ആയ ഡൗലിയെ ബാഹർ ഘുമാനെ ലേഗൈ, പുറത്ത് ഒന്ന് വെറുതെ നടക്കാനായിട്ട് കൈപിടിച്ച് കൊണ്ടുപോയി. കാരണം ഡൗലിയെ ഇനിയും അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഡൗലി വീണ്ടും ഇതുപോലുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് ദേഷ്യം വരുമെന്ന് മനസ്സിലായപ്പോൾ ആയ ഡൗലിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് വെറുതെ അവളെ ഒന്ന് കൊണ്ട് ചുറ്റി കറങ്ങാനായി ഇറങ്ങി. അങ്ങനെ തീസരേ ദിൻ സന്ധ്യാ സമയ് ഡൗലി മാനേജർ സാഹബ് കെ യഹാം രമൺ ഔർ ജ്യോതി കെ സാത്ത് ഖേൽക്കർ ലൗട്ട് രഹി ഥി. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് തീസരേ ദിൻ, മൂന്നാമത്തെ ദിവസം, ഒരു സന്ധ്യാസമയം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന് മൂന്നാമത്തെ ദിവസം ഒരു സന്ധ്യയ്ക്ക് ഡൗലി മാനേജർ സാഹബ് കെ യഹ, അവരുടെ മാനേജർ സാറിൻ്റെ വീട്ടിൽ അവിടുത്തെ കുട്ടികളായ രമൺ അതുപോലെ ജ്യോതി, അപ്പോൾ രമണിൻ്റെയും ജ്യോതിയുടെയും ഒപ്പം കളിച്ച് ലൗട്ട് രഹീഥി തിരിച്ചു വരികയായിരുന്നു, ആയയുടെ കൂടെ തിരിച്ചു വരികയായിരുന്നു. बंगले के दरवाजे पर माली अपने नए बच्चे को कोरे कपड़े में लपेटकर दोनों हाथों पर लिए बाहर जाता दिखाई दिया. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എന്താ കണ്ടതെന്നറിയോ? ബംഗ്ലേക്കെ ദർവാസെ പർ, ഇവരുടെ വീടിൻ്റെ, ഇവരുടെ ബംഗ്ലാവിൻ്റെ ദർവാസെ, ഗേറ്റിലൂടെ ഈ മാലി തോട്ടക്കാരൻ അപ്നെ നയെ ബച്ചേക്കോ, അയാളുടെ പുതുതായിട്ട് ജനിച്ച കുഞ്ഞിനെ കോരെ കപ്പടേമേ, ഒരു പഴകിയ ഒരു തുണിയിൽ ലപേട്കർ, പൊതിഞ്ഞ്, ദോനോം ഹാത്തോം പർലി, ഇരു കൈകളിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ബാഹർ ജാത്ത ദിഖായി, പുറത്തേക്ക് നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഡൗലിയും ആയയും കൂടി മാനേജർ സാറിൻ്റെ വീട്ടിൽ, അവിടുത്തെ കുട്ടികളായ രമൺ, ജ്യോതി, അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ആയ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഡൗലിയുടെ വീടിൻ്റെ ഗേറ്റിലൂടെ തോട്ടക്കാരൻ തൻ്റെ നവജാത ശിശുവിനെ ഒരു പഴയ തുണിയിൽ പൊതിഞ്ഞ് പിടിച്ച്, രണ്ട് കൈകളിലുമായിട്ട് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് പോകുന്നു. ആ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.
ഉസ്കെ പീछे മാലിൻ രോത്തി ചലി ആ രഹി ഥി. തോട്ടക്കാരൻ്റെ പിന്നാലെ മാലിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രോത്തി കരഞ്ഞുകൊണ്ട് ചലി ആ രഹീതി വരുന്നുണ്ടായിരുന്നു. ആയാനെ മരേ ബച്ഛെ കി പർഛായി പഠനെ കെ ഡർ സെ ഉസെ ഏക് ഓർ കർ ലിയ. അപ്പോൾ ആയയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം തോട്ടക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിനൊരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. പുറകെ ഭാര്യ കരഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആയയ്ക്ക് മനസ്സിലായി എന്ത്, മരേ ബച്ചേക്ക് പർച്ചായി, അതായത് ആ മരിച്ച കുഞ്ഞ്, തോട്ടക്കാരൻ്റെ ആ മരിച്ച കുഞ്ഞ് ഡൗലിയുടെ കണ്ണിൽ പെടരുത് എന്നുള്ള ആ ഒരു ചിന്തയിൽ അവർ എന്ത് ചെയ്തു, ഡൗലിയുടെ കൈപിടിച്ച് അവളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. ഡൗലീനെ പൂച്ച. അപ്പോൾ ഡൗലി ആയയോട് ചോദിക്കുകയാണ്, ഈ ക്യാ ഹേ ആയ, മാലി ക്യാ ലേ ജാ രഹാ ഹേ. അപ്പോൾ ഡൗലി എന്താ ആയോട് ചോദിച്ചത്, ഏ ക്യാ ഹേ, എന്താ ഇത്, ആയ മാലി ക്യാ ലേ ജാ രഹാ ഹേ, അല്ല ആ തോട്ടക്കാരൻ എന്താ ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആയ പറയുകയാണ്, മാലി കാ ഛോട്ടാ ബച്ച മർ ഗയാ ഹേ. ഡൗലി ചോദിക്കുക, മാലി കാ ഛോട്ടാ ബച്ച മർ ഗയാ ഹേ, ധീമേ സെ ആയാനെ ഉത്തർ ദിയ. അപ്പോൾ ആയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ തോട്ടക്കാരൻ്റെ കൊച്ചു കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു എന്ന് ആയ ധീമേ സ്വർമേ, വളരെ പതിഞ്ഞ സ്വരത്തിൽ ഡൗലിയോട് പറഞ്ഞു. എന്നിട്ട് ഡൗലിക്ക് ബാഹ് മേ ധാം ബംഗ്ലേക്ക് ഭീത്തർ ലേ ചലി, അതും പറഞ്ഞുകൊണ്ട് ഡൗലിയുടെ കൈ പിടിച്ചുകൊണ്ട് ബംഗ്ലേക്ക് ഭീത്തർ ലേ ചലി, അവരുടെ വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടിയെ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഡൗലി ഇനി അത് കൂടുതൽ അറിയാൻ നിൽക്കണ്ട എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ആയ ഡൗലിയുടെ കൈ പിടിച്ച് വേഗം വീടിനകത്തേക്ക് നടന്നു. ഡൗലിനെ അപ്നി ഭോലി നീലി ആംഖേം ആയാക്കെ മുഖ് പർ ഗഡ്കർ പൂച്ച. പക്ഷെ അപ്പോഴും ഡൗലിയുടെ സംശയങ്ങളൊന്നും തീർന്നിട്ടില്ല. ഡൗലി തൻ്റെ നിഷ്കളങ്കമായ കണ്ണുകൾ ആയയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, നിഷ്കളങ്കമായ കണ്ണുകൾ ആയയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ആയ മാലിനെ ബച്ചേക്കോ ക്യാ ഗർമ പാനീമേം ഡുബോ ദിയ. എന്താ കുട്ടി ചോദിക്കുന്നത്, അല്ല മാലി ആ തോട്ടക്കാരൻ ബച്ചേക്കോ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഗർമ പാനി ചൂടുവെള്ളത്തിൽ ഡുബോ ദിയ മുക്കിയതാണോ, അപ്പോഴാണോ കുഞ്ഞ് മരിച്ചു പോയത്. കാരണം വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇവളുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങളെ ചെയ്യുന്ന പോലെ ചൂടുവെള്ളത്തിൽ മുക്കിക്കൊല്ലും എന്നാണ് കുഞ്ഞിൻ്റെ ധാരണ. കാരണം ഇവളുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വിശന്ന് പാല് കിട്ടാതെ കരഞ്ഞപ്പോൾ അതിനെയൊക്കെ കൊന്നു എന്നാണല്ലോ അറിയാൻ പറ്റിയത്. അപ്പോൾ അതേപോലെ തന്നെയാണ് മനുഷ്യ കുഞ്ഞുങ്ങളുടെയും കാര്യം എന്നാണ് ഈ കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചിന്ത. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് ആയയോട്, അല്ല ഈ മാലി അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ചൂടുവെള്ളത്തിൽ മുക്കി കൊന്നതാണോ ചോദിച്ചു. അപ്പോൾ ആയ, ഛി ഡൗലി ഐസി ബാത്തേ നഹി കർത്തെ. അപ്പോൾ ആയ വഴക്ക് പറഞ്ഞു, ഛി ഡൗലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ, പറയല്ലേ. ആദ്മിക്കെ ബച്ചോംകോ ഐസേ ധോടെ മാർത്തേ ഹെ. എന്നിട്ട് പറഞ്ഞു, ആദ്മിക്കെ ബച്ചോംകോ, അതായത് മനുഷ്യ കുഞ്ഞുങ്ങളെയൊക്കെ ഐസേ ധോടെ മാർത്തേ, ഇങ്ങനെയൊന്നും കൊല്ലില്ല, ആ മനുഷ്യ കുഞ്ഞുങ്ങളെയൊന്നും ആരും ഇങ്ങനെ ചെയ്യില്ല എന്ന് ആയ ഡൗലിയോട് പറഞ്ഞു കൊടുത്തു. ഡൗലി കാ വിസ്മയ് ശാന്ത് നഹു. പക്ഷെ എന്നിട്ടും ഡൗലിക്ക് ആ സംശയങ്ങളൊന്നും മാറിയില്ല, അവളുടെ ആ ഒരു ആശ്ചര്യമൊന്നും മാറിയില്ല. ദൂർ ജാത്തെ മാലിക്ക് ഓർ ദേഖനെ കെ ലിയെ ഘൂം കർ ഉസ്നെ ഫിർ പൂച്ച. അപ്പോൾ ആ ദൂരേക്ക് നടന്നകലുന്ന തോട്ടക്കാരനെയും ഭാര്യയെയും നോക്കിക്കൊണ്ട് വീണ്ടും ഡൗലി ചോദിക്കുകയാണ്, ആത്മിക ബച്ച കൈസെ മർത്താ ഹേ. ആത്മിക ബച്ച, അല്ല ഈ മനുഷ്യ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ കൈസെ മർത്താ ഹേ, എങ്ങനെയാ മരിക്കുന്നത് കുട്ടി ചോദിച്ചു. लड़की का ध्यान उस ओर से हटाने के लिए उसे बंगले के भीतर खींचते हुए ആയാനെ ഉത്തർ ദിയ. അപ്പോൾ വീണ്ടും കുട്ടി ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടത്തിക്കൊണ്ട് പറഞ്ഞു, വഹ് മർ ഗയ ഭൂഖ് സേ മർ ഗയ. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യ കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആയ പറയുകയാണ്, ഭൂഖ് സേ മർ ഗയ, അത് പട്ടിണി കിടന്നാണ് മരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറ്റാൻ പറയുകയാണ്, ചലോ മമ്മ ബുലാ രഹി, നടക്ക് അമ്മ വിളിക്കുന്നുണ്ട് നിന്നെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ശ്രദ്ധ മാറ്റി കൊണ്ടുപോവുകയാണ്. ഡൗലി ചുപ്പ് നഹുയി.
പക്ഷേ ഡൗലി പിന്നെയും ഓരോന്ന് ചോദിച്ചു. പിന്നെന്താ അവൾ ചോദിച്ചത്? ആയാ ഹം ഭി ഭൂക്ക് സെ മർ ജായെങ്കെ. അപ്പോൾ കുട്ടിയുടെ സംശയമാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് ആയയോട്, അല്ല ഹം ഭി ഭൂക്ക് സെ മർ ജായെങ്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും ഇതുപോലെ ഭൂക്ക് സെ മർ ജായെങ്കെ, പട്ടിണി കിടന്ന് മരിക്കുമോ? കുഞ്ഞിൻ്റെ സംശയമാണ്. അപ്പം ഞാനും ഇതുപോലെ പട്ടിണി കിടന്ന് മരിക്കുമോ എന്ന് ചോദിച്ചു. ചുപ് രഹോ ഡൗലി, ആയ ഝുൻझുല ഉഠി. ആയക്ക് ദേഷ്യം വന്നു. മിണ്ടാതിരിക്കും ഡൗലി. ഐസി ബാത്ത് കരോഗി തോ മമ്മ സെ കഹ് ദേങ്കെ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മമ്മ സെ കഹ് ദേങ്കെ, നിൻ്റെ അമ്മയോട് ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കും എന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി. ലഡ്കിക്ക് ചെഹരയ്ക്ക് സരളദാസെ ഉസ്കി മാം ക ഹൃദയ പിഖൽ ഉഠ. പാവം. അപ്പോൾ ആ ഭീഷണിയുടെ മുമ്പിൽ കുട്ടി പിന്നെ നിശബ്ദയായി. അപ്പോൾ അവളുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ആയയുടെ മനസ്സ് പിഖൽ ഉഠ, അലിഞ്ഞു. അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യം ഉണ്ടായി. ഉസ്കി ഗുംഖരാലി ലഠോം കോ ഹാത്ത് സെ സഹലാത്തെ ഹുയെ ആയ കഹ്നെ ലഹി. അപ്പോൾ അവളുടെ ഗുംഖരാലി ലഠോം കോ, ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചുരുൾമുടി ഒക്കെ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ട് ആയ പറഞ്ഞു, ബൈരി की आंखों में राई नौन, हम मेरी मिस साहब तुम ऐसी आदमी थोड़े ही हो, ഭൂക്ക് സേ മർത്തേ ഹേ കമീനെ ആദ്മിക്ക് ബച്ചേ. അപ്പോൾ അവർ ഒരു പഴമൊഴി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ മോള് ഇങ്ങനെ മരിക്കാനുള്ള കുട്ടിയല്ലല്ലോ. ഭൂക്ക് സേ മർത്തേ ഹേ കമീനെ ആദ്മിക്ക് ബച്ചേ. പിന്നെ ഭൂക്ക് സേ മർത്തേ, പട്ടിണി കിടന്നിട്ട് വിശപ്പ് കാരണം മരിക്കുന്നത് കമീനെ ആദ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളായ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത നിസ്സഹായരായ ആളുകളുടെ കുഞ്ഞുങ്ങളാണ്. വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്ന് മരിക്കുക. അല്ലെങ്കിൽ കമീനെ ആത്മീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത മനുഷ്യർ അല്ലെങ്കിൽ വൃത്തികെട്ട മനുഷ്യർ എന്നൊക്കെയുള്ള ആ ഒരു പ്രയോഗമാണ്. അപ്പോൾ ആയ പറഞ്ഞു കൊടുക്കുകയാണ്, മരിക്കുന്നത്, പട്ടിണി കിടന്ന് മരിക്കുന്നത് ഇതുപോലുള്ള ചീത്ത ആളുകളുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളാണ് എന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ചീത്ത ആളുകളുടെ മക്കളാണ് ഇങ്ങനെയൊക്കെ മരിക്കുക എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. കഹത്തെ കഹത്തെ ആയാക്ക ഗല രുന്ത് ഗയ. അത് പറയുന്ന സമയത്ത് ആയാക്ക ഗല, ആയ ബിന്ദിയുടെ തൊണ്ട രുന്ത് ഗയ, ഇങ്ങനെ ഇടറുന്നുണ്ടായിരുന്നു. ഉസേ അപ്ന ലല്ലു യാദ് ആഗയ. പെട്ടെന്ന് അവർക്ക് അപ്ന ലല്ലു, അവരുടെ മകനെ, യാദ് ആഗയ, ഓർമ്മ വന്നു. ദോ ബരസ് പഹലെ, ആ കുഞ്ഞും ഇതുപോലെ ദോ ബരസ് പഹലെ, 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. എങ്ങനെ? ഭൂക്ക് സെ, പട്ടിണി കൊണ്ട്. തബി സേ തോ വഹ് സാഹബ് കെ ഹാം നൗക്കരി ക രഹി ഥി. തബി സെ, അന്ന് മുതൽ ആ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചത് കാരണം ആ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷമാണ് ആയ ബിന്ദി സാഹബ് കെ യഹാം, ഈ ബഗ്ഗ സാഹബിൻ്റെ വീട്ടിൽ നൗക്കരി കർ രഹി, വേലക്കാരിയായി അല്ലെങ്കിൽ ജോലിക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യമോർത്തപ്പോഴാണ് ആയയ്ക്ക് തൊണ്ട ഇടറിയത്, കണ്ഠമിടറിയത്. അപ്പോൾ അവരുടെ മകന് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പട്ടിണി കിടന്ന് മരിച്ചു പോയതായിരുന്നു. ആ കുഞ്ഞിൻ്റെ മരണത്തോടു കൂടി ജീവിക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇവിടെ ജോലിക്കാരി ആയിട്ട്, വേലക്കാരിയായിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആയയായിട്ട് ജോലിക്ക് വന്നത്. ഇത്രയാണ് ഈ ഒരു കഥ, ആദ്മി കാ ബച്ച. അപ്പോൾ ഇവിടെ യശ്പാൽ മനുഷ്യൻ്റെ ദാരിദ്ര്യം, പട്ടിണി, ഈ വക യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുകയാണ് ഈ ഒരു കഥയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ ആദ്മി കാ ബച്ച എന്ന ഈ ഒരു കഥ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായിട്ട് വീണ്ടും ഒത്തുകൂടാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ധന്യവാദം.